അഴിമതിക്കെതിരെ ശക്തമായൊരു നിലയുറപ്പിക്കാൻ പിണറായി വിജയനും ഈ ഗവൺമെന്റിനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ്. അഴിമതി നടത്തുന്നവരായ ആരായാലും അവർക്ക് തന്റെ പിന്തുണയോ സംരക്ഷണമോ ഉണ്ടാവില്ല എന്ന വ്യക്തമായ സൂചനയാണ് പിണറായി വിജയൻ നൽകിയിരിക്കുന്നത്. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളീയരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം തരുന്ന ഒരു വലിയ കാര്യവുമാണ്. ആ ഒരു വർഷത്തിൽ കൊച്ചി മെട്രോയേക്കാൾ വേഗതയിൽ ഒരു നിശബ്ദ വിപ്ലവം നടക്കുന്നുണ്ടായിരുന്നു. അത് ഭിന്നലിംഗക്കാർക്ക് ഒരു ഭരണകൂടം നൽകിയ സുപ്രധാന പരിഗണനയായിരുന്നു. ട്രാൻസ്ജെൻഡേഴ്സ് പൌരന്മാരെ കേരളം ഉയർന്ന മാനവിക ബോധത്തിന്റെ അടിത്തറയിൽ അംഗീകരിച്ച് അവർക്ക് അവകാശപ്പെട്ട ഇടം നൽകി. നാളിതുവരെ കേരളം കണ്ട പോരാട്ടങ്ങളുടെയും വിപ്ലവ ചരിത്രങ്ങളുടെയും തുടർച്ചയായിരുന്നു അത്. ഭിന്നലിംഗത്തിൽപ്പെട്ടവരെ പൌരന്മാരായി അംഗീകരിച്ച് കൊച്ചി മെട്രോയിലടക്കം അവസരം നൽകാൻ കേരളം തയ്യാറായി. പുരോഗതിയുടെയും വികസന കുതിപ്പിന്റെയും നൂറ്റാണ്ടിന്റെ മെട്രോ വേഗതയിൽ അവരെയും ഇരുത്തി. ഞങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ജീവിക്കണം, എല്ലാവരും പോലെ ആണ് പെണ്ണ് പോലെ തന്നെ ഞങ്ങൾക്ക് ഈക്വലായിട്ട് കിട്ടണം പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഒരു ജോലിയുടെ ആവശ്യം ഉണ്ടായിരുന്നു. ആ രീതിയിൽ തന്നെ 23 പേര് ഒരു ട്രാൻസ്ജെൻഡർ മൊത്തത്തിൽ രാജഗിരി കോളേജിൽ വെച്ചിട്ട് നടന്ന ഒരു ട്രെയിനിങ് എല്ലാവരും പോയി. തിരുവനന്തപുരത്ത് നടന്ന അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ ഭിന്നലിംഗക്കാർക്ക് പാസ് നൽകി. അവർക്കായി കായികമേള നടത്തി. ജനാധിപത്യം ആധുനികീകരിക്കപ്പെട്ട ഈ കാലത്തെ കേരളം മുന്നിൽ നിന്ന് നയിച്ചു. സ്വകാര്യ സർക്കാർ ഭേദമോ സിലബസ് വ്യത്യാസമോ ഇല്ലാതെ 10ാം ക്ലാസ് വരെ സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകളിലും മലയാള ഭാഷാ പഠനം നിർബന്ധമാക്കിക്കൊണ്ട് LDF സർക്കാർ ഓർഡിനൻസ് പുറപ്പെടുവിച്ചതായിരുന്നു മറ്റൊന്ന്. അതുമാത്രമോ, മുഴുവൻ കുട്ടികൾക്കും സ്കൂൾ തുറക്കും മുമ്പ് പുസ്തകങ്ങളും യൂണിഫോമും നൽകാൻ സർക്കാരിന് കഴിഞ്ഞു. എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഭരണത്തെ വിലയിരുത്തിക്കൊണ്ട് ഒഞ്ചിയത്ത് പിണറായി വിജയൻ കേരളത്തോട് പറഞ്ഞ നേട്ടങ്ങളിൽ മറ്റൊന്ന് ക്ഷേമ പെൻഷനുകളുടെ വിതരണമായിരുന്നു. വലതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്നുള്ള വ്യതിരക്തത പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷം സൃഷ്ടിക്കുന്ന ബദൽ വികസന സംസ്കാരം എങ്ങനെയെന്ന് പിണറായി മുന്നിലെ സഖാക്കളോട് വിശദീകരിച്ചു. ആദ്യഘട്ടത്തിൽ LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഉടനെ ചെയ്ത ഒരു നടപടി, ആ നടപടി നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ക്ഷേമ പെൻഷൻ അർഹതയുള്ള ആളുകൾ ഇനി തന്റെ കണ്ണടയുന്നതിന് മുന്നിൽ അത് കിട്ടില്ല എന്ന് കണക്കാക്കി നിൽക്കുകയായിരുന്നു. പലരും അത് പരസ്യമായിട്ട് പറഞ്ഞതാണ്, എന്റെ കണ്ണടയുന്നതിന് മുന്നിൽ എനിക്ക് പെൻഷൻ കിട്ടുമെന്ന് തോന്നുന്നില്ല എന്ന്. അവരെ കയ്യിലാണ് ക്ഷേമ പെൻഷന്റെ ഭാഗമായുള്ള തുകയെത്തിയത്. നമ്മളെല്ലാവരും കാണുകയും, അതായത് കൺകുളിർക്കെ ഈ കേരളത്തിലെ പൊതുസമൂഹം കണ്ടു. എന്ത് കണ്ടു? ഈ നോട്ടുകൾ ഇങ്ങനെ പിടിച്ചിട്ട് പല്ലില്ലാത്ത ആ മോണ പുറത്തു കാട്ടി ചിരിക്കുന്ന ആ പാവപ്പെട്ടവരുടെ ചിത്രം നമ്മളെല്ലാവരും കണ്ടു. അതിന് മനസ്സ് കുളിരാത്തവരില്ല. അത് പക്ഷേ വലതുപക്ഷത്തിനുണ്ടാവില്ല. കയർ, കൈത്തറി തൊഴിലാളികളോടും ചെറുകിട വ്യവസായങ്ങളോടും പൊതുമേഖലാ സ്ഥാപനങ്ങളോടുമുള്ള മാറിയ സമീപനത്തെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ നയവ്യത്യാസമെന്ന നിലയിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഇവിടെ ഒരു കാര്യം മാത്രമേ ഞങ്ങൾക്ക് പൊതുവെ വ്യക്തമാക്കാനുള്ളൂ. കേരളത്തിലെ LDF ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് കേരളത്തിലെ വലതുപക്ഷത്തെ പ്രീണിപ്പിക്കാനല്ല. പാവങ്ങളോട് സർക്കാർ കാട്ടിയ അനുഭാവത്തിന്റെ നയപ്രഖ്യാപനത്തെ ഇങ്ങനെയൊക്കെ കേരളം കണ്ടു. അംഗനവാടി ടീച്ചർമാരെയും ആയമാരെയും സർക്കാർ മുൻനിരയിലേക്ക് ഉയർത്തി. എല്ലാവർക്കും വീട് എന്ന സ്വപ്നം പ്രഖ്യാപിക്കപ്പെട്ടു. കുടുംബ ഡോക്ടർ പദ്ധതി പ്രഖ്യാപിച്ച് ആരോഗ്യരംഗത്ത് വലിയ ചുവടുവച്ചു. മൂന്നാറിൽ പട്ടയം വിതരണം ചെയ്തു.
പട്ടികജാതി വിഭാഗത്തിനായി 2600 കോടി നീക്കിവെച്ചതും പട്ടികവർഗത്തിന് 751 കോടി വകയിരുത്തിയതും ആ രാഷ്ട്രീയ ദിശാമാറ്റത്തിന്റെ സൂചകമായിരുന്നു. അടിസ്ഥാന സൌകര്യ വികസനത്തിന് പ്രാധാന്യം നൽകി. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകരണ സംസ്ഥാനമായി കേരളം പ്രഖ്യാപിക്കപ്പെട്ടു. ഗെയിൽ പ്രകൃതിവാതക പദ്ധതി നടപ്പാക്കുമെന്നും ഉറപ്പായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ ശക്തമായി ഇടപെട്ടു. കാര്യങ്ങൾ നേരെയായിട്ടുണ്ട്. ഗെയിൽ പൈപ്പ് ലൈനിന്റെ പണി അതിവേഗം പുരോഗമിക്കുന്നു. എങ്ങും തടസ്സമില്ല, എങ്ങും എതിർപ്പുമില്ല. അതേപോലെ ഒരു പ്രധാന പദ്ധതിയാണ് കൂടംകുളത്ത് നിന്നത് വൈദ്യുതി കേരളത്തിലേക്ക് കൊണ്ടുവരാൻ. ആ ലൈൻ വലിക്കുന്ന പദ്ധതി തടസ്സപ്പെട്ടിരിക്കുന്നത് പുതുപ്പള്ളിയിലാണ്, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രദേശത്ത്. മുൻ ഗവൺമെന്റിന്റെ കാലത്ത് അവിടുത്തെ തടസ്സം നീക്കാൻ പറ്റിയില്ല. ഈ ഗവൺമെന്റ് അവിടുത്തെ തടസ്സങ്ങൾ നീക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു. തീരദേശപാത, ദേശീയപാത വികസന പദ്ധതികൾക്ക് സജീവത വന്നുവെന്ന് നിരീക്ഷകർ വിലയിരുത്തി. വിഴിഞ്ഞം പദ്ധതിയടക്കമുള്ള വൻകിട പദ്ധതികൾ പുരോഗമിക്കുന്നു. ജലക്ഷാമം പരിഹരിക്കാനുള്ള നടപടികൾക്ക് ആക്കം കൂടി. നോട്ടസാധുകാലത്ത് സാധാരണക്കാരന് പ്രതിസന്ധി സൃഷ്ടിക്കാത്ത വിധം ഇടപെടൽ നടത്തി. സഹകരണ ബാങ്കുകളെ സംരക്ഷിക്കാൻ സഹകരണ ഓർഡിനൻസ് പാസാക്കി. ജനാധിപത്യത്തിന്റെ ഉത്സവകാലം വീണ്ടും പുലർന്ന കാലത്തെയാണ് കഴിഞ്ഞ ഒരു വർഷം പിണറായി വിജയൻ കേരളത്തിന്റെ മുന്നിൽ നിന്ന് നയിച്ചത്.